ഭൂമിയിലുണ്ട്. അഖിലാണ്ടത്തിൻ്റെ ഉടനെ 1-ാം സ്ഥാനം നിങ്ങൾ കൊടുത്ത് 2-ാം സ്ഥാനത്ത് അവരെ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മാന്യമായി അവരെ പ്രധാനമായി കരുതി അവരെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരെ ആദരിക്കുവാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. ദൈവത്തോട് മാത്രം പോരാ, നിങ്ങൾ പരസ്പരം എന്തായിരിക്കണം? പരസ്പരം നിങ്ങൾ സ്നേഹിച്ച്, പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം ആദരിച്ച് മരണം വരെ വിശ്വസ്തരായിരിക്കും. ഇന്നത്തേക്കുള്ളതല്ല, 2 വർഷത്തേക്കുള്ളതല്ല, മരണങ്ങൾ വേദനിക്കുന്നിടം വരെ ഇത് ഒഴിഞ്ഞിരിക്കാൻ സാധ്യമല്ല. മരണം വരെ വിശ്വസ്തരായി. അടുത്ത 3-ാമത്തെ കാര്യം, ദൈവം നിങ്ങൾക്ക് തരുന്ന മക്കൾ തലമുറ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ അത്യോപദേശത്തിൽ നിങ്ങളവരെ പോറ്റി വളർത്തും. 127 സംഗീതം വളരെ മക്കളെ ഉത്തരവാദിത്ത ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. അപ്പം ദൈവം തരുന്ന 4 മക്കൾക്ക് എത്രയോ പേര് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാരപ്പെടും. ഒരു തലമുറയ്ക്ക് വേണ്ടി എത്രയോ പേര് നിലവിളിക്കുന്നു, ദാഹിക്കുന്നു, പുണ്യസ്ഥലങ്ങളിൽ പോകുന്നു, എന്തെല്ലാം നേർച്ച വഴിപാടുകളുണ്ട്. ഞങ്ങൾ അനേകർക്ക് മക്കളില്ലാതെ വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം അവരുടെ ഉദരങ്ങളെ തുറന്ന് ദൈവം അവർക്ക് തലമുറ കൊടുക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വേദന ഉളവാക്കുന്നു. പക്ഷെ ദൈവത്തിന്മാരെ സംബന്ധിച്ച് അതിനേക്കാൾ അപ്പുറം അവർ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ ഭൂമിയിൽ അവസരത്തെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല, അവർ ഭാരപ്പെടാറില്ല. ഞാൻ സാധാരണ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്, അപക്ഷന്മാരെ കുറിച്ചോ ദൈവത്തെ കുറിച്ചാണ്. ഞാൻ ഇവിടെ പറയുന്ന കാര്യം നിങ്ങളുണ്ട്. ഇവിടെ ഒന്ന് ഓരോരുത്തരും അത് അവിശ്വാസിയോ വിശ്വാസിയോ നിങ്ങൾ ഏത് ബന്ധത്തിൽപ്പെട്ടവരോ ഏത് വിശ്വാസപ്പെട്ടവരോ അല്ല, എല്ലാവരും ഞാൻ ബഹുമാനിച്ചുകൊണ്ട് പറയുക. മക്കളെ നന്നായി വളർത്തണമെങ്കിൽ മാതാപിതാക്കൾ മാതൃകയുള്ളവരായിരിക്കണം. മക്കൾ വളർന്നു വരുമ്പോൾ അവരെ മാതാപിതാക്കളേക്ക് നോക്കും, മാതാപിതാക്കളുടെ ജീവിതം നോക്കും, അവരുടെ ഇടപെടൽ നോക്കും, അവരുടെ സംസാരം നോക്കും. ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നന്നായി കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തും. 4-ാമത്തെ കാര്യം, മക്കളെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ഭൂമിയിൽ നന്മയുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകാനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പന. ദൈവം കൊടുത്തിരിക്കുന്ന ആദ്യ കൽപ്പനകളൊന്നാണ് മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, മരണം വരെ അവരെ ശുശ്രൂഷിക്കണം. എൻ്റെ അമ്മ നിന്റെ അമ്മ എന്നുള്ള വ്യത്യാസം ഇല്ല. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് 2 പേർ ഒരമ്മ ഉണ്ടാകില്ല. അപ്പം മാതാപിതാക്കളുണ്ട്. മോനെ ജനിമോനെ ഒരു മാതാപിതാക്കളുടെ ദൈവം തന്നിരിക്കും. ഇതിന് വ്യത്യാസമില്ല. എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ ഭാര്യയുടെ അമ്മയെ സ്നേഹിക്കണം. ഒക്കെ മനസ്സിലായോ? മോളെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ ജിതിൻ്റെ അമ്മയെ സ്നേഹിക്കണം. മോൾ ആ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു മരുമകളായിട്ടല്ല. മനസ്സിലായോ? ഇന്ന് രാവിലെ വരെ അന്വേഷിച്ചൊരുക്കി വിട്ടതിരിക്കുന്ന മാതാപിതാക്കളാണ്. വളരെ കണ്ണുനീരും സങ്കടം ദുഃഖവും ഉള്ളിലുണ്ടെങ്കിലും ആ പ്രാർത്ഥനയും വിശ്വാസം കൊണ്ട് ധൈര്യപ്പെട്ടിരിക്കുക അല്ലേ? തീർച്ചയായും. എനിക്ക് 4 മക്കളുള്ള 3 മക്കളുടെ വിവാഹം കഴിഞ്ഞു.